തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വരുന്ന ഏകാധിപത്യ നടപടികൾ അതിനെല്ലാം റദ്ദാക്കുന്നത് അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്നത് സുപ്രീം കോടതിയാണ്. കോടതി മാത്രമേ ഈ മോഡി ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യത്തെ തടയാൻ അത് മാത്രമേ രക്ഷയുള്ളൂ ഒരു തോന്നൽ വളർന്നു വരിക. ഇന്നലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാർത്തകളുടെ വസ്തുതാപരമായി പരിശോധിച്ചുകൊണ്ട് സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്താണ് സെൻസർഷിപ്പ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിനെ തടഞ്ഞിരിക്കുക. സുപ്രീം കോടതിയുടെ ഈ സ്റ്റേ വളരെ സ്വാഗതാർഹമായിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് സന്ദേശം പ്രചരിപ്പിച്ച് വോട്ട് നേടുന്ന ആ വാട്സപ്പിൻ്റെ ഇതിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാണ്. പ്രധാനമന്ത്രിയും മന്ത്രിമാരും പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് ഈ വാട്സാപ്പിലൂടെ മോദിയുടെ വികസിത ഭാരത സന്ദേശം. കോടികൾ ചെലവഴിച്ചാണ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പരസ്യം കൊടുക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘിച്ചുകൊണ്ട് സർക്കാർ ചിലവിലാണ് ഈ പരസ്യം. ഇതുവരെ പരസ്യം കൊടുക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു. സർക്കാർ ഖജനാവിൽ നിന്ന് പണം ദൂർത്തടിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. ഈ ഏകാധിപത്യ ഭരണത്തിനും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുമെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും. അതാണ് അത് ഇനിയും വരാൻ പോകുന്നു. BJP നൽകുന്ന സന്ദേശം BJPയെ എതിർത്ത് നിൽക്കുന്ന പ്രബല രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസും ആദ്മിയും ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളും, ആ സംസ്ഥാന ഗവൺമെൻറ്റുകളിലെ മന്ത്രിമാരെ ഇനിയും ED ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുക, അവരെ ജയിലിലടയ്ക്കുക. അതിലൂടെ പ്രതിപക്ഷ കക്ഷികളെല്ലാം അഴിമതിക്കാരായി ചിത്രീകരിക്കുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തപ്പിപ്പിക്കുക. അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയിലെ വക്താവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചാലും അദ്ദേഹം തന്നെയാണ് ജയിലിൽ കിടന്നുകൊണ്ട് ഇലക്ഷന് നേതൃത്വം കൊടുക്കുക. നൽകുന്ന സന്ദേശം ഇത്രയേ ഉള്ളൂ: ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ ജനാധിപത്യപരമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ആണ് പോകുന്നത് എന്ന മെസ്സേജാണ് BJP ഇതര ജനങ്ങൾക്ക് ഈ നടപടികളിലൂടെ കിട്ടുന്നത്. ഏതിനെ ED ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതികാരം നടത്തുന്ന നടപടികളോട് BJPയുടെ ഈ നടപടികളോട് ഞങ്ങൾ ശക്തമായ എതിർപ്പാണ്. എന്നാൽ കേരളത്തിലെ കാര്യം ഉദ്ദേശിച്ചാണ് ചോദിച്ചതെങ്കിൽ കേരളത്തിൽ ഇവിടെ അറസ്റ്റ് ചെയ്തത് ഡൽഹി മുഖ്യമന്ത്രിയല്ലേ ഉള്ളൂ. കേരളത്തിൽ ആ അറസ്റ്റ് വരുമെന്നുള്ള ഭയം മുഖ്യമന്ത്രിക്കുമില്ല, EDയുടെ അന്വേഷണം നേരിടുന്നവർക്കുമില്ല. അതുകൊണ്ട് കേരളത്തിൽ ED നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പ്രതികരിക്കുന്നത്. കേരളത്തിൽ ED അഴിമതി നടത്തുന്ന ആളുകളുടെ അന്വേഷണം നടത്തല്ലേ. പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞില്ലേ, ഈ കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണങ്ങളുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ പറഞ്ഞത്. അത് പിന്നെ ED അന്വേഷിക്കട്ടെ. കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്.